എന്തുവാടേ റിങ്കി, എനിക്കിങ്ങനെ ഓടാൻ പറ്റൂല. മര്യാദക്ക് കളിക്കൊന്ന്. എവിടെ അടിക്കണേടേ നീ? നിനക്ക് അടിക്കാറോട് ഞാനിപ്പോ എന്തോ ഇത്. ഓഹോ, അടിയടി. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്ന് ആരെങ്കി കളി പിങ്കി. റിങ്കി, ഞാൻ ഒന്നാമത് ഇന്ന് ഫോമിലല്ല റിങ്കി, അതുകൊണ്ടാണ്. എടി, ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും നീ എന്നെ ഒന്ന് ഫോമായിട്ട് കാണാൻ പറ്റുമോ? കളി. നീ കൂടുതൽ പുച്ഛിക്കാനൊന്നും വേണ്ട കേട്ടല്ലോ. നീ എന്റെ തരത്തിൽ കളിക്കാറായിട്ടില്ല. ആ, നിന്റെ തരത്തിൽ കളിക്കാർ ഒട്ടും ആയിട്ടില്ല ഞാൻ. അമ്മാതെ തരമാണല്ലോ നീ. എന്തൊരു അഹങ്കാരോടി നിനക്ക്. എടി, നിനക്കേ നിന്റെ കൂടെ ഇവിടെ ഒറ്റ മനുഷ്യരും കളിക്കാനില്ല. നീ ഇങ്ങനെ അയ്യോ ആരും എന്റെ കൂടെ കളിക്കാനില്ലേന്ന് പറഞ്ഞോണ്ട് എന്റെ ബാറ്റും പിടിച്ച് മോളിലോട്ട് അന്തം വിട്ട് കുന്തം വഴുകി നിന്നപ്പം പാവമല്ലേന്ന് വിചാരിച്ച് നിന്റെ കൂടെ കളിക്കാൻ വന്നപ്പം നിനക്ക് അഹങ്കാരം അല്ലേടി? അയ്യോടി, എന്റെ മക്കൾക്ക് സങ്കടമായാ ഞാൻ പറഞ്ഞത്? എനിക്ക് സങ്കടമൊന്നും ആയില്ല. പിന്നെ സങ്കടമാവാ. പിന്നെ റിങ്കി, നീ ഒന്ന് പോയാണ്. ഞാൻ ഇനി ഈ കളിക്കും നിന്റെ കൂടെ ഇനി കളിക്കില്ല. ഇത്ര അഹങ്കാരിയുടെ കളിക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഇതെന്റെ രാജ്യത്ത് ഞാൻ കളിയിൽ വിരമിച്ച് ഞാൻ പോകണം. മര്യാദയ്ക്ക് ഒന്ന് കളി. എനിക്കങ്ങ് വയ്യ കളിക്കാൻ. വന്ന് കളി. ഈ അച്ഛനാണ് ഇവള് ഇല്ലാണ്ടാക്കുന്ന സത്യം. ഓ, ഇനി ഉടനെ അച്ഛനെ പറ. ആ, നീ എന്നെ പുച്ഛിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ കളിക്കും. ഒരു കാര്യം ചെയ്യാം. ഇത് കളിക്കാനല്ലേ നിനക്ക് വയ്യാതെ ഉള്ളൂ. നമുക്ക് ഫുട്ബോളോ പിന്നെ വോളിബോളോ എന്തെങ്കിലും കളിച്ചാലോ? അതിന് ബോൾ വേണ്ടേ? ബോളല്ലേ എന്റെ ഫ്രണ്ട് നിൽക്കുന്നേ. എന്നെ ബോളെന്നല്ലേ? അതെ അതെ. ബോഡി ഷേമിങ് ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ എന്റെ ശരീരത്തെ പറ്റി പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. കാരണം നിനക്ക് ഈ ഇടയായിട്ട് കുറച്ച് ഇച്ചിരി കൂടുതലായിട്ട് വരാണ്. ഞാൻ അച്ഛൻ്റെ അമ്മ എടുത്ത് പറയും. എടി, ഞാൻ അറിയാതെ പറഞ്ഞതല്ലല്ലോ, അറിഞ്ഞോണ്ട് പറഞ്ഞതല്ലേ. പിന്നെ ഒന്ന് ക്ഷമി. റിങ്കി, കൂടി വരണുണ്ട് നിനക്ക്. ആണോ? കൂടി വരണോ? അമ്മ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലേ. നീ എന്തിനാ അച്ഛനും അമ്മയൊക്കെ വിളിക്കണേ? ഞാൻ പറഞ്ഞു കൊടുക്കും അവരടുത്ത്. നീ ഇങ്ങനെ കളിയാക്കി. നീ പറഞ്ഞു കൊടുക്കും. പൊടി മുരിങ്ങാക്കോലെ. മുരിങ്ങാക്കോലെ. ഇത് ബോഡി ഷേമിങ് അല്ലേ? അല്ലേ? അത് ബോഡി ഷേമിങ് ഒന്നുമല്ല. അതിന്റെ ഇരട്ട പേരല്ലേ? ഇരട്ട പേരാ? അപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് എന്ത് പേരാണ്? നിന്റെ ഇരട്ട പേരല്ലേ? അതിന്റെ ഇരട്ട പേരൊന്നുമല്ല. ആണ്. ഇനി വേണമെങ്കിൽ നീ പോയിച്ചെന്ന് പറഞ്ഞോടി. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം. പോടി, നീ കളിക്കാൻ വരണ്ട. നിന്നെ വേണോന്നില്ല. പോ. വേണ്ട, ഞാൻ പോണം. അല്ല മണി, ഈ ശ്രീഹരിക്കേ ശരിക്കും നിന്നെ കെട്ടെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലേ? പിന്നെ അപ്പൊ അയാൾക്കിപ്പം ഭയങ്കര വിഷമമായിരിക്കുമല്ലോ കെട്ടാത്തതില്. ഹരിയേട്ടന് വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുന്നാണ് വിചാരിച്ചിരുന്നത്. സത്യമായിട്ടും ഞങ്ങളോട് നേരിട്ടൊന്നും പറയൂലെങ്കിൽ അങ്ങനെ അടക്കം പറയുമായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അച്ഛന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഈ ബന്ധുക്കൾ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അച്ഛൻ പറയും അങ്ങനെ ബന്ധത്തിലൊരു കല്യാണമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ നിലപാടിലായിരുന്നു അച്ഛൻ. പക്ഷെ അപ്പച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അയ്യോ, അപ്പച്ചിക്ക് എന്നെ കൊണ്ട് കെട്ടിച്ചാലേ സമാധാനം ഉള്ളൂ എന്നുള്ള രീതിയിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് അടി ഉണ്ടാക്കും. അച്ഛൻ ഒരു വഴിക്ക് എടുക്കൂല. അച്ഛൻ ഇങ്ങനെ പിന്നെ ആലോചിക്കാം അവർക്ക് കല്യാണ പ്രായം ആയില്ലെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ടൊക്കെ ഒതുക്കി കൊണ്ടുപോകും. ഒരു സ്റ്റേജ് എത്തിയപ്പോ അപ്പച്ചിക്കേ സമാധാനം ഇല്ലാതെ അപ്പച്ചി എന്റെ ജാതകം അടിച്ചു മാരി കൊണ്ടുപോയിട്ട് ജോൾസിനെ കൊണ്ട് ജാതകം നോക്കിച്ചു. അപ്പോഴുണ്ടെന്ത് ഒരു ചർച്ചയില്ല ജാതകം തമ്മില്. അങ്ങനെയാണ് ആ കല്യാണം നടക്കാതെ പോയത്. മനസ്സിലായ? അയാൾക്കിപ്പോ ശരിക്കും നല്ല വിഷമമുണ്ടല്ലേ നിന്നെ കെട്ടാത്തതില്? പിന്നെ വിഷമില്ലാതിരിക്കോ? ഇത്ര സുന്ദരിയും സൽസ്വഭാവിയുമായ ഭാര്യയെ മിസ് ചെയ്തതിൽ ആർക്കെന്തായാലും വിഷമം വരൂലേ രവിയേട്ടാ? ഇല്ലേ? യോഗമില്ല അത് തന്നെ. ഇല്ലായിരുന്നെങ്കിൽ എവിടെ ഇരിക്കേണ്ട ഞാനായിരുന്നു. അവൾ എന്നെ കളിയാക്കി. ആര്? റിങ്കി. എന്ത് കളിയാക്കി? എന്നെ ബോഡി ഷെയിം ചെയ്ത്. ബോഡി ഷെയിം? പറയാൻ പറ്റില്ല. എന്നാ പിന്നെ പറയണ്ട, നീ പോക്കോ. കാര്യം പറ. നീ എന്ത് പറഞ്ഞു? എന്തോന്ന് പറഞ്ഞു? എന്ത് പറഞ്ഞു? നിങ്ങളെന്തിനു പണിങ്ങി വന്നപ്പം? ഓ അതോ, ഞാൻ ഇവിടെ ഒന്ന് ഫുട്ബോൾ എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. എന്തോന്ന് റിങ്കി, ബോഡി ഷെയിമിങ് തന്നെയാണത്. എന്തിനാ അങ്ങനെ വിളിക്കുന്ന അവളെ? വല്ല ആവശ്യമുണ്ടോ? പോട്ടെ. നീ ഒരു കാര്യം ചെയ്യ് മക്കളെ, അവളെ സോറി പറഞ്ഞു. ഇതിനൊക്കെ സോറി പറയണോ? പിന്നെ അല്ലാതെ ഫുട്ബോൾ എന്നൊക്കെ വിളിക്കും. ഒരു അനിയത്തില്ലേ നിന്റെ? ഫുട്ബോൾ എന്ന് പറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു സാധനമല്ലേ? അതെങ്ങനെ ഉരുണ്ട് പോവാ എന്ത് ചന്തമാണ്. അതിനൊക്കെ ഇത്രയാണ് പറയാൻ ഭംഗിയുള്ള സാധനം. പക്ഷെ നീ കളിയാക്കിയല്ലേ വിളിച്ചത്? സോറി പറഞ്ഞു. പറയടി സോറി പറ. ഇപ്പൊ ഞാൻ എന്ത് സോറി പറയണം? അത്രയല്ലേ ഉള്ളൂ. ശരി, ഞാൻ സോറി പറയാം. പറ. പിങ്കി,
ഞാൻ ഇനി നിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞ് വിളിക്കത്തേ ഇല്ല. അത് നിനക്ക് സങ്കടമായെങ്കിൽ ഞാൻ ഇനി ആ ഫുട്ബോൾ എന്നുള്ള പദം യൂസ് ചെയ്യത്തേ ഇല്ല. ഇനി അഥവാ എന്റെ വായിന്ന് ഫുട്ബോൾ എന്ന് പറഞ്ഞ് വന്ന് വീണ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരുന്നോ. അച്ഛാ, ഞാൻ ഇനി ഇവിടെ ഫുട്ബോൾ എന്ന് വിളിക്കത്തില്ല. അമ്മ, ഞാൻ ഇനി വിളിക്കത്തില്ല. ഇനി ഫുട്ബോൾ എന്ന് അഥവാ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ വന്നു പോയാൽ എനിക്കൊന്നും എന്തുവാ ഫുട്ബോൾ നേരത്തെ ഒരു വട്ടം വിളിച്ചായിരുന്നുള്ളൂ. പറയടി, സോറി പറഞ്ഞെങ്കിൽ മര്യാദയ്ക്ക് സോറി പറ. അമ്മ, ഞാൻ ഇവളെ ഫുട്ബോൾ എന്ന് വിളിച്ചെന്ന് പറഞ്ഞല്ലോ. ഇവളെ അതുപോലെ എനിക്കിട്ടൊരു പേര് വിളിച്ചു. ഓഹോ, എന്ത് വിളിച്ചേ? എന്ത് വിളിച്ചോളെ നീ? മുരിങ്ങാക്കോലേന്ന്. മുരിങ്ങക്കോല വിളിച്ചോളെ? മുരിങ്ങാക്കോലെന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട സാധനമാണോ അച്ഛാ? അല്ല, നല്ല അയണൊക്കെ ഉള്ളതല്ലേ അച്ഛാ. ഇനിയിപ്പോ കോല എന്ന് വിളിച്ചതിലാണ് ഇവക്ക് ബുദ്ധിമുട്ടെങ്കിൽ കാ എന്ന് വിളിക്കാം. മുരിങ്ങക്ക. രണ്ടെണ്ണത്തിന് സോറി പറഞ്ഞേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞേ. സോറി പറയടി. എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ വിളിച്ചു, അപ്പൊ ഞാൻ സോറി പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ചല്ലോ, ഇറങ്ങി പോയി വിടുന്നു. മതി. ഇവിടെ നിന്ന് കൂടുതൽ ഡയലോഗ് അടിച്ചാൽ മുരിങ്ങാക്കോലിനെ ഒടിച്ചു വിടും, ഫുട്ബോളിന്റെ കാറ്റ് കുത്തി വിടില്ലേ. അമ്മ, ഈ ഫുട്ബോളിനെ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ളതല്ലേ. അത് മാത്രമല്ല, ഫുട്ബോളിനെക്കാളും നല്ലൊരു പേര് വെക്കൊണ്ടല്ലോ. ഞാൻ അത് വിളിച്ചില്ലല്ലോ. അതേത് പേര്? എന്ത് പേരെന്ന്? സിലിണ്ടർ. ഇവളുടെ ക്ലാസ്സിലെ ജിക്സ വിളിക്കുന്നത് അങ്ങനെയല്ലേ, സിലിണ്ടർ എന്ന്. രണ്ടെണ്ണം വഴക്കുണ്ടാക്കാതെ നല്ല കുട്ടികളായിട്ടിരിക്കും. ഗുഡ് ഗേൾസ്. എന്താ നാനകാര്യം? എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമില്ല. അത് വേറെ കാര്യം പറയട്ടെ മണി. കല്യാണമാകുമ്പോഴേ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? കല്യാണോ? ഓ, പറയട്ടെ. കാര്യം പറയട്ടു, പിള്ളേരെ അറിഞ്ഞില്ലല്ലോ. ഇടി മറ്റേ ഹരിമാമയല്ലേ, ശ്രീഹരിമാമൻ, അമേരിക്കയിലുള്ള അമ്മേനെ പുറത്തിറക്കെ. മാമന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചു. അപ്പൊ അവരൊക്കെ എങ്ങനെ എത്തിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. അവര് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നേനെ, ഇപ്പൊ സമയമില്ല, ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞതാണ് എല്ലാരും വരാനെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കല്യാണത്തിന് പോണ്ടേ. നമുക്കൊരു കാര്യം ചെയ്യാം മണി, ആഭരണം വാങ്ങിച്ചു കൊടുക്കാം. അതെന്തായാലും വാങ്ങിച്ചു കൊടുത്തേ പറ്റുള്ളൂ. സ്വർണം വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണമെന്ന് പറയില്ലേ, ഇവിടെ ഉള്ള ഇട്ടിട്ട് പോയാൽ മതി. അതെന്തോ പറച്ചില്ല രവിയായിട്ട്. ആ കൂടെ വല്ലപ്പോഴും ഒരിക്കൽ ഇതേപോലത്തെ വല്ല കല്യാണം, ബന്ധുക്കളുടെ കല്യാണം വരുമ്പോഴാണ് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം പിള്ളേർക്കും എനിക്കും. അപ്പൊ ഈ കല്യാണം വരുമ്പോ ഡ്രസ്സ് വാങ്ങിച്ചു വരുന്നില്ല പറഞ്ഞാൽ ശരിയാവൂല കേട്ടോ. എത്ര രൂപയാണെന്ന് അറിയുമോ, എന്ത് ചെലവാണെന്ന് അറിയുമോ? പിന്നെ ചെലവ് ഡ്രസ്സും കിട്ടാ പോരെ. എന്തോന്ന് വർത്താനം വെച്ചാ പറയണത്? ഒന്നാമത് അവരൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്നേ. നമ്മൾ ഒരുമാതിരി വൃത്തികെട്ട വേഷത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര വലിയ വലിയ ആൾക്കാരാണ് അവിടെ വരുന്നത്. ഈ കല്യാണത്തിന്റെ കേസിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സാധാരണ കല്യാണം ക്ഷമിക്കായിരുന്നു. ഈ കല്യാണത്തിന് എനിക്ക് അപ്പച്ചിയുടെ മുന്നിലൊക്കെ എനിക്ക് നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ പോണേ. ഞാനും എന്റെ മക്കളും ഭർത്താവും ഒക്കെ നല്ല രീതിയിലാണെന്ന് അവർ കാണണം. അതെ, ഭയങ്കര ഗ്രാൻഡ് ആയിട്ടായിരിക്കും അവരെല്ലാം ആഘോഷിക്കുന്നത്. നമ്മൾ ഒരുമാതിരി പാവാടയും ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഒരു ഡ്രസ് വാങ്ങിക്കും, പിന്നെ അതാണ് അലമാരിക്കാതിരിക്കും, പിന്നെ അടുത്ത വേറെ ഡ്രസ്സാണ് വാങ്ങിക്കുന്നത്. കേട്ടാ ഞാൻ തോന്നുന്നു മാസം തോറും മക്കൾക്കും ഭാര്യയ്ക്കും ഡ്രസ് വാങ്ങിച്ച് ഇറക്കുമതി ചെയ്തോണ്ട് വല്ല കല്യാണത്തിന് വരുമ്പോഴാണെങ്കിൽ കരഞ്ഞൊരു ഡ്രസ് വാങ്ങിച്ചാൽ പറ്റുമോ ഇല്ലയോ? ഡ്രസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇവിടുന്ന് ഓർഡർ ഇട്ടാ മതി. കാശ് ചെലവാക്കണം ഞാനാണ്. പിന്നെ അച്ഛനായിട്ട് ജോലിയുള്ള രവിയല്ലേ, എനിക്ക് ജോലി ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെ. അപ്പൊ നിങ്ങൾ ഒന്നും ഞാൻ വാങ്ങിച്ചു തരില്ലേ? ഇനിയിപ്പോ ഇതിന് വേണ്ടിട്ട് പുതിയ വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ പുതിയ ഡ്രസ് വാങ്ങിക്കണം. ഇവിടെ ഓരോ കാര്യത്തിനോട് ഓടുന്ന മനുഷ്യനെ അറിയാം. മനുഷ്യന് ഇത്രയും പിശുക്കുക. അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ സാധനം അച്ഛൻ ഇങ്ങനെ പറയാറില്ലല്ലോ. ഭയങ്കര ദേഷ്യം. അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് പോണതാണല്ലോ അച്ഛനെ ഇഷ്ടം. പക്ഷെ ഇതുവരെ ഇല്ലാത്ത സ്വഭാവം എന്താ ഇത്ര ചേഞ്ച് ഓറ്? അച്ഛനെ ഇപ്പൊ കാണിച്ചിട്ട് പോയതിന്റെ പേരാണ് കോംപ്ലക്സ്. അച്ഛനെന്തോന്ന് കൂടിയ കോംപ്ലക്സ് അടിച്ചെടുക്കാം. എന്താണ് അച്ഛന് കോംപ്ലക്സ് ആണ് പമ്മ? എന്തിനു കോംപ്ലക്സ്? ചുമ്മാ എന്തിനു കോംപ്ലക്സ്? അച്ഛന് കോംപ്ലക്സ് ഒക്കെ ഇളകും. ചില കാര്യങ്ങൾ വരുമ്പോ ഇളകും. എന്തോന്ന് കാര്യം? എന്തെങ്കിലും പറഞ്ഞു ശ്രീഹരിമാമന്റെ കാര്യം. കുറച്ച് നേരം വെച്ച് ശ്രീഹരിമാമനെ പറ്റി വിഷയം ഇങ്ങനെ എടുത്തിട്ടോണ്ടേയിരിക്കുന്നു. ശ്രീഹരിമാമനെ കല്യാണം കഴിക്കാത്ത എന്ത്, ശ്രീഹരിമാമന് കല്യാണം കഴിക്കാൻ ആഗ്രഹമായിരുന്നു. അപ്പൊ കോംപ്ലക്സ് അടിച്ച് വരുന്ന കണ്ടപ്പോഴേ ഞാൻ നൈസായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റായിട്ട് പറഞ്ഞിട്ടുള്ളൂ. കാര്യം സത്യായിട്ടും അല്ല, ഇത് എവിടം വരെ പോകുന്നു അറിയണമല്ലോ. ഒരു മനുഷ്യനായല്ലേ ഇത്ര കോംപ്ലക്സ് പാടില്ല. കുറച്ച് തമാശയൊക്കെ മനസ്സിലാവണം. നല്ലോണം കൊണ്ട് കേറി അച്ഛന്. അതാണ് ഇപ്പൊ നമ്മളോട് ചാടിയിട്ട് എന്തേലും ചെറിയ കാര്യം മതി എന്നറിയാലോ. ആ സ്വഭാവം ഒന്ന് മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ അച്ഛന് മാത്രമേ ഫീലിങ്സ് ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഫീലിങ്സ് ഇല്ല. നോക്കിക്കോ, ഞാൻ ഇതിനെ കാര്യമായിട്ടൊന്ന് പൊലിപ്പിക്കാൻ തന്നെ എന്റെ പ്ലാൻ. സിലിണ്ടറെ ഞാൻ ഇതേ ചൂടാക്കിട്ട് വെച്ചിരും. ചൂടാക്കി വെച്ചു ബഹളം ഉണ്ടാക്കി നോക്കിയോ. അതെ,
എന്റെ കൂടെ നിൽക്കണേ. അമ്മേനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്തൊന്ന് ചൂടാക്കി വെക്കാനാ? അതല്ലേ എന്തോ അച്ഛന്റെ കാര്യമല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. അച്ഛനെ നല്ല കോംപ്ലക്സ് അടിച്ചിരിക്കാണല്ലോ. ഒരു മനുഷ്യനായി ഇത്രയ്ക്ക് കോംപ്ലക്സ് പാടില്ല. വാ നമുക്ക് നോക്കിട്ട് വരാം. അയ്യോ മനസാക്ഷിയൊക്കെ കുറച്ച് മതി. ഇനി പറഞ്ഞിട്ട് എന്തോ കാര്യം? എത്ര നല്ല ആലോചനകൾ വന്നാണ്. അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് പോട്ട്, ഹരിയേട്ടനെയും വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അവസാനം കല്യാണം കഴിച്ച ജീവിതം എങ്ങനെയാക്കിയില്ലേ? അതെ ആ മറ്റേ പുള്ളിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ആ പുള്ളിയുടെ മോളില്ലേ അതെന്റെ മൂത്ത ചേച്ചിയായിരുന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ശല്യത്തിന് എനിക്ക് സഹിക്കേണ്ടി വരുമായിരുന്നു. ഓടി പറഞ്ഞു എങ്ങോട്ട് പോണ നീ? മക്കളെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ അതെ നമുക്ക് യോഗം ഇല്ലല്ലോ. അതെ അല്ല അവള് പറയട്ടെ. അതെ അയാളാണെങ്കിലേ നല്ല സുന്ദരനാണ്. മോളെ കെട്ടിക്കാറായെങ്കിൽ സിനിമാ നടന്റെ പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത് ഈ ഹരിയേട്ടൻ. ഇവര് തമ്മിൽ നല്ല മാച്ചിങ് ആണ്. ഞാൻ പഴഞ്ചനല്ലേ, എനിക്കറിയാം. ആണ്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ എന്റെ ജീവിതം. എങ്ങനെ ഇരിക്കണ്ട ഞാനായിരുന്നു. അല്ല വൈകിട്ടില്ല, ഇനി സമയമുണ്ട്. നിന്റെ ഈ സൗന്ദര്യവും പുലിനട വീടിന്റെ മഹത്വമൊക്കെ പറഞ്ഞാൽ നല്ല നല്ല പ്രപ്പോസൽ വരും. ആ നല്ല സുഖമായിട്ട് ജീവിക്കാം. വരും. ഞാൻ വേണേ മാറി തരാം. അച്ഛാ ഈ അമ്മ ചുമ്മാ അച്ഛനെ ചൊടിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് വിളിച്ച് പറയുന്നതാണ്. അച്ഛൻ ഇത് കേട്ട് എരി കയറുന്നത് എന്തിനാണ്? ഇല്ല മക്കളെ, അവര് പറയട്ടെ. അവരുടെ മനസ്സിലുള്ളത് തന്നെയൊക്കെ ഞാൻ കേട്ടത്. എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വലിയ സൗന്ദര്യമൊന്നുമില്ല, വലിയ പണമൊന്നുമില്ല. അങ്ങനെ ആര് പറഞ്ഞു? എനിക്കറിയാം ഇതൊക്കെ. ഇപ്പൊ ഇവളുടെ മനസ്സിലുണ്ട്. ഇവളുടെ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത്. അറിയുമോ? നിന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, വേറെ കെട്ടിക്കോ. ഓ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. രവിയേട്ടൻ പറഞ്ഞതുപോലെ ആയിക്കോട്ടെ അല്ലേ? എന്തോന്നമ്മ രവിയേട്ടൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞത് സീരിയസ് ആയിട്ടാണ്. അല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞതല്ലല്ലോ. എല്ലാം രവിയേട്ടൻ തന്നെ പറഞ്ഞു. അങ്ങനെ രവിയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെച്ച് തന്നേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർക്കിച്ചോണ്ടിരിക്കാതെ ഒരു തീരുമാനത്തിലേക്ക് എത്ത്. പറഞ്ഞേട്ടാ നിനക്കൊന്നും പറയില്ലേ? എന്തോ പറഞ്ഞു? ഞാനൊരു സജഷൻ പറയാം. എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ എന്തായാലും ഇത്രയും വർഷമായില്ലേ, 24-25 വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. എന്നെ അമ്മയ്ക്ക് ഇനിയിപ്പോ വേറെ ആരെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോ നടക്കണ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്ക് അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാനോ? അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളപ്പോ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണല്ലേ കേട്ടാ? എന്തോന്ന് വെച്ചാ പറയണത്? അല്ല പിള്ളേരൊക്കെ വലിയ പിള്ളേരായില്ലേ, നമ്മുടെ അത്ര എത്തിയില്ലേ. അപ്പൊ പിള്ളേര് പറഞ്ഞത് കേൾക്കാൻ വേറെ നിവർത്തിയില്ലല്ലോ. എനിക്കറിയാം നിന്റെ ഉള്ളിൽ ഇതാണ്. ഞാൻ മാറിത്തരാം. നീ ഇഷ്ടമുള്ളവരെ കെട്ടിക്കോ, എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്ക്. അച്ഛാ അച്ഛ എങ്ങോട്ട് പോകുന്നത്? രണ്ടുപേരും കൂടി വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇതാക്കുന്നതാണ്. അച്ഛാ ഒരു മനുഷ്യനായാലേ ഇത്ര കോംപ്ലക്സ് പാടില്ലല്ലോ. എന്തോന്നൊക്കെയാണ് പറഞ്ഞത്? എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ കളഞ്ഞിട്ട് പൊക്കോ, വേറെ കല്യാണം കഴിച്ചോളാം അല്ലേ? ഈ പ്രായത്തില് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി മകളെ? 14 വർഷമായില്ലേ? മക്കളെ കെട്ടിച്ച് വിടേണ്ട പ്രായമായി. ഇത്രയും നാള് മക്കളാണ് ഭാര്യയാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അടക്കുകയും ചെയ്യും. ഇതുപോലെ എല്ലാ അവസരത്തിലും കോംപ്ലക്സ് അടിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് പോലും മിസ്സാക്കത്തുമില്ല. എന്ത് ചെയ്യണം? എന്ത് ചെയ്യാൻ ഇനിയിപ്പോ പറഞ്ഞ കാര്യമില്ല. നല്ല ഫീൽ അടിച്ചിട്ടാണ് പോയത് അച്ഛൻ. കുറച്ച് ഫീൽ അടിക്കട്ടെന്ന്. അല്ലാതെ പിന്നെ എന്തെങ്കിലും എന്റെ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു തമാശ പറഞ്ഞതാണ്. ഞാൻ എല്ലാ കാര്യവും വളരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. എല്ലാ ഡയലോഗ് അടിക്കുകയും ചെയ്യും. എന്നിട്ട് അവസാനം വന്നിട്ട് നമ്മുടെ തലയിൽ കുറ്റം കൊണ്ടുപോയിക്കും. അമ്മ മിക്കവാറും ആ പുറത്തെങ്ങാനും പോയിരുന്ന് കരയനായിരിക്കും. നമുക്ക് ഒന്ന് പോയി നോക്കാം. നല്ല ആവശ്യമുണ്ടോ ഇപ്പൊ അച്ഛനെ പറയാനായിട്ട്? പറഞ്ഞു നീ എവിടെ കയറി പോണേ? ഇത്രയ്ക്കൊന്നും ഇല്ലേ, ചെറിയ സംഭവമല്ലേ, തമാശയല്ലേ, രസമല്ലേ ഇതൊക്കെ. അയ്യോ പിന്നെ പോ. പിന്നെ അയ്യോ ഭയങ്കര ഫീലിങ്സ്. പാവം അമ്മ. അമ്മ ഇത്രയൊന്നും പറയണ്ടായിരുന്നു അച്ഛന്. പിന്നെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ പറഞ്ഞൊരു തമാശ പറഞ്ഞപ്പോ അങ്ങ് ഫീൽ ആയി, അങ്ങ് ഫീൽ ആവട്ടെ. തമാശയും സീരിയസ് ആയിട്ട് പറയുന്നത് വ്യത്യാസം അറിഞ്ഞൂടെ? അച്ഛന്റെ സ്വഭാവം അറിയാലോ. തമാശ പറഞ്ഞാലും അത് സീരിയസ് ആയിട്ട് എടുക്കും. വേറെ ഒരു ശുദ്ധനാണ്. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും.
ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന കേട്ടിട്ടില്ലേ പഴഞ്ചൊല്ല്? മനുഷ്യനായാലേ ഇത്ര അങ്ങ് ശുദ്ധനാവാൻ പാടില്ല, കുറച്ച് ദുഷ്ടത്തരമൊക്കെ വേണം. അല്ലെങ്കിൽ തന്നെ ഇത് എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരു തമാശ പറഞ്ഞതാണെന്നുള്ളൂ ഒന്ന് ഊഹിച്ചെടുത്തൂടെ? നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് പോയി കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് കലക്കിട്ടോ. ഞാനാ ഇളക്ക്. ഞാൻ എന്തിനു പോണേ? നീ പോയാലേ കാര്യം നടക്കുള്ളൂ. ഏഷ്യനെ കൂട്ടാൻ നീ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ചെല്ല്, കുറച്ച് നന്നായിട്ടൊന്ന് മുളക് ഇങ്ങനെ വെതറും, ഉപ്പും കൂടെ അങ്ങോട്ട് വെതറുമ്പോ ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങോട്ട് നീളും. വേണോ അമ്മ? കൂടുതൽ എന്നെ പോകത്തരുത്, തല കയറിയ ഭിത്തിലടി. ചെല്ലടി മക്കളെ, അങ്ങനെ ഇപ്പൊ അച്ഛൻ കൂടുതൽ അങ്ങ് ഫീൽ അടിച്ചിരിക്കേണ്ട. അല്ലെങ്കിൽ തന്നെ എന്തൊക്കെ പറഞ്ഞു, ഒരു തമാശ പറഞ്ഞതാണ്, അതിന് വേണ്ടിട്ട് കളഞ്ഞിട്ട് പോകും, നീ വേറെ ആളെ കിട്ടും, എന്തൊക്കെയാണ് പറയണത്? അത് ശരിയാ, അത്ര ഓവറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഓവർ കളി കൂടുതലാണ്. നീ നാടകമാണെന്ന് വിട്ടുകൊടുത്തില്ലല്ലോ, അച്ഛനെ കിടന്ന് ചൊടിപ്പിച്ചോണ്ടിരുന്നില്ലേ? പിന്നെ അല്ല, ഇത് വിട്ടുകൊടുക്കാൻ പറ്റുമോ? വേണോ അമ്മ? പാവം. അച്ഛാ എന്താ അവള് കലക്കിക്കോളും, നീങ്ങുവാ. അച്ഛാ, അച്ഛ സങ്കടത്തിലാണോ അച്ഛാ? സങ്കടത്തില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്ക് നല്ല മെനക്കെട്ടിയൊക്കെ ഉണ്ട്. അച്ഛാ, അമ്മ തമാശ പറയണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊക്കെ ആദ്യം സപ്പോർട്ട് ചെയ്ത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അച്ഛൻ എന്തിനാ അമ്മയുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്മ പിരിയാൻ പോവാണ്, ഡിവോഴ്സ് ചെയ്യാം, അച്ഛനെ കാട്ടും വേറെ നല്ല ആളെ അമ്മയ്ക്ക് കിട്ടുന്നൊക്കെ അങ്ങനെ പറഞ്ഞതിനിപ്പോ? അത് മോളെ അപ്പോഴത്തെ ദേഷ്യത്തിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. ദേഷ്യം വന്ന അച്ഛൻ അങ്ങനെയൊക്കെ പറയൂ? അത് സാധാരണ ദേഷ്യം അങ്ങനെ പറയല്ലോ, അവളും പറയാറില്ല. എന്തൊക്കെ പറയും, ഞാൻ പോണു, എനിക്ക് നിങ്ങളോട് ഇനി ജീവിക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഞാനും പറഞ്ഞത് തന്നെ. അത് കുഴപ്പമൊന്നും, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയാറുണ്ട്. അച്ഛാ, പുലി വരുന്നേന്ന് പറഞ്ഞ് ഇപ്പൊ പുലി വരാറായപ്പോ ഒറ്റ മനുഷ്യരില്ല. പുലിയാ? എന്തോന്ന് വെച്ചാ പറഞ്ഞേ? എവിടെ പുലി വന്നു? പുലിയല്ല, മണിക്കുട്ടി. മണിക്കുട്ടിക്ക് എന്ത്? മണിക്കുട്ടിക്ക് പ്രശ്നമാണ്. അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അത് ഒട്ടും ശരിയായില്ല. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അമ്മ അത് സീരിയസ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ അച്ഛന് ഫീലിങ്സ് ഒന്നുമില്ല? അല്ലെങ്കിൽ തന്നെ ഇവള് എപ്പോഴും പറയുന്നതാണ്, ദിവ്യേട്ട നിങ്ങളേ ഉള്ളൂ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ, നിങ്ങളാണ്, നിങ്ങളും മക്കളുമാണ് എന്റെ ലോകം എന്നൊക്കെയല്ലേ പറഞ്ഞേ? അത്രേ ഉള്ളൂ. അച്ഛാ ഒരു കാര്യം ആലോചിക്കണം, എപ്പോഴും ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയണ്ടേ, അല്ലെങ്കിൽ ബോറടിക്കൂലേ? ബോറടി. ഇപ്പൊ എവിടെ തോറ്റി? അമ്മ ഉണ്ടല്ലോ, ബാഗ് പാക്ക് ചെയ്ത് തുടങ്ങി. എന്തിന്? അച്ഛന് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അച്ഛ, അമ്മ പോവാൻ പോണെന്ന്. എന്റെ പൊന്നച്ഛ, അമ്മ കൈവിട്ട് പോയി, എനിക്ക് ഇനി ഒന്നും അറിഞ്ഞൂടാ. അമ്മ പോണേ, എന്റെ ദൈവമേ. മണി, 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 എന്തോന്ന് മണി? നീ എന്നോടൊന്നും മിണ്ടണ്ട. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞെന്ന് വെച്ചോടെ നീ പെട്ടി എടുത്തോണ്ട് പോകണം. നീ ഇവിടെ ഇങ്ങോട്ട് മാറി. എന്തോന്ന് മണി ഇത്? എന്നോടൊന്നും മിണ്ടണ്ട. എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്? അതെ, ഇത്രയും വർഷമായിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അതെ മണി, എന്റെ കുറവുകൾ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. എന്നും പറഞ്ഞിട്ട് ഞാനേ രവിയേട്ടനെ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വിഷമിപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് കളറില്ലെന്നോ സൗന്ദര്യം ഇല്ലെന്നോ കാശില്ലെന്നോ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് എന്നെ കഷ്ടപ്പെടുത്തുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഉറപ്പാണല്ലോ. പിന്നെ എന്തിനാണ് എന്നെ എപ്പോഴും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇങ്ങനെ ഈ കോംപ്ലക്സ് എന്തിനാണ്? അതെ, അത് ഞാൻ ഇങ്ങനെ ഓരോ കുറവുകൾ പറയുമ്പോ നീ പറയില്ലേ, രവിയേട്ടൻ സുന്ദരനാണ്, രവിയേട്ടൻ സ്മാർട്ടാണ്, രവിയേട്ടനാണ് എല്ലാം എന്നൊക്കെ പറയുമ്പോ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതെ അച്ഛാ, അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. അമ്മയ്ക്ക് അച്ഛനെന്ന് വെച്ചാൽ എന്ത് ജീവനാണെന്ന് അറിയൂ? അതെ, പിന്നെ അതെനിക്ക് അറിഞ്ഞൂടെ? അച്ഛനാണ് അമ്മയുടെ ലോകം അല്ലേ? അതെ, പിള്ളേർക്ക് ഒരേ കാര്യമില്ല, രവിയേട്ടനൊരു വില ഉണ്ടായിരുന്നില്ല. എടി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം നിനക്ക് ഭയങ്കര കാര്യമാണ് എന്നെയെന്നും നല്ലപോലെ അറിയാൻ മണി. അറിയാലോ, എന്നിട്ടാണല്ലോ എന്നോട് ഇങ്ങനെയൊക്കെ വിഷമിപ്പിച്ചത്. എത്ര വർഷമായി രവിയേട്ടാ എന്നെ കാണാൻ തുടങ്ങിയിട്ട്? എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനേ ഇനി അങ്ങനെയൊന്നും പറയില്ല. സോറി, നീ എങ്ങും പോണ്ട, നീ പെട്ടി ഇവിടെ ഇങ്ങ് പോണ്ട. അല്ലേ, ഞാൻ ഒരിടത്തും പോണില്ലല്ലോ. പിന്നെ പെട്ടിയൊക്കെ എടുത്തോണ്ട് നമുക്ക് കല്യാണത്തിന് പോവാനേ ഇടാൻ പറ്റിയ ഡ്രസ് പോലെ എന്റെ പെട്ടിക്കകത്തുള്ളതുണ്ടോ നോക്കാൻ വേണ്ടിട്ട് എടുത്തത്. കല്യാണത്തിനാ? ഡ്രസ് വേണ്ട ഏട്ടാ, ഞാൻ എന്റെ കയ്യിലുണ്ട്. വേണ്ട വേണ്ട വേണ്ട, കല്യാണത്തിന് നിങ്ങൾ പുതിയ ഡ്രസ് ഇട്ടോണ്ട് പോയത്. പുതിയ ഡ്രസ് വാങ്ങിക്കാം, നമുക്ക്
പോയിട്ട് നിങ്ങൾക്ക് അതൊന്നും വേണ്ട, കൊറേ പൈസ ആവൂലേ? രവിന് പൈസ ഇല്ലാത്തതല്ലേ, ഞാൻ പഴയതിട്ടോളാം. പൈസയൊക്കെ ആവട്ടെ മണി, പുതിയ ഡ്രസ് എടുക്കാം. ഡ്രസ് എടുക്കണേ എത്ര രൂപ രവി? എല്ലാരും നല്ല പൈസയാവും. പെണ്ണുങ്ങളെ മനസ്സിനൊക്കെ ഭയങ്കര അതെ, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഡ്രസ് എടുക്കാനുള്ള പൈസയൊക്കെ എന്റെ ഉണ്ട് കേട്ടാ. ഭാര്യയ്ക്ക് മക്കൾക്ക് മാത്രം പോരല്ലോ, രവിയേട്ടൻ വാങ്ങിക്കണ്ടേ? എനിക്ക് വേണ്ട. എന്ത്? അത് ഈ കല്യാണത്തിന് പോകുമ്പോ നിങ്ങളാണല്ലോ ഒരുങ്ങി നിൽക്കാൻ, നമ്മളെയൊക്കെ പിന്നെ അവിടെ ആരും മൈൻഡ് ചെയ്യാൻ. അമ്മ പോയിട്ടില്ല. എന്തോന്നു? ആടമ്പള്ളിയിലെ മനോരോഗി. രവിയേട്ടാ, ഈ കോംപ്ലക്സ് വെച്ചോണ്ട് എത്ര കാലം ജീവിക്കും? എങ്ങനെ എത്രയൊക്കെ പറഞ്ഞാലും വീണ്ടും അടുത്ത നിമിഷം ആ പഴയ രീതിയിലേക്ക് തന്നെ പോവല്ലേ? മണി കോംപ്ലക്സ് ഒന്നും അല്ലെന്ന്. പിന്നെ കോംപ്ലക്സ് അല്ലേ നീ എന്താ പറയുന്നേ? മണി ഇല്ലെന്ന് മിണ്ടാരി കേട്ടാ. അതെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല മണി. നിങ്ങൾ ഒരു അക്ഷരം മിണ്ടരുതല്ലോ, ഒന്നും പറയണ്ട. ഈ കോംപ്ലക്സ് നിങ്ങളെ കൊണ്ടേ പോകും. ഇവളാണ് എല്ലാ പ്രശ്നം മണി. നില്ല് മണി, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി, നീ നേരത്തെ എന്താ പറഞ്ഞത്? അച്ഛനാണ് അമ്മയുടെ ലോഗോന്ന്. നിങ്ങളുടെ വേൾഡ് ഗ്ലോബലാണ് അമ്മ. ഗ്ലോബൽ അല്ല, ഗ്ലോബൽ. അതല്ലേ ഇങ്ങനെ അച്ഛനെങ്ങനെ ഉരുട്ടി കളിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അമ്മ പമ്പരം പോലെ. അച്ഛൻ ഇങ്ങനെ ആയിപ്പോയില്ല. അയ്യോ, വീട്ടിലാരെങ്കിലും ഒരാള് പാവമായിട്ട് വേണ്ടേ? ഇതാ പാവം.